ഇരുചക്രവാഹന യാത്രക്കാരനെ സ്വകാര്യ ബസ് ജീവനക്കാർ കയ്യേറ്റം ചെയ്തു. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ജീവനക്കാർ ഇരുചക്രവാഹന യാത്രക്കാരനെ ബസ്സിന് ദിശ മാറിക്കൊടുത്തില്ലെന്നാരോപിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചതായും വസ്ത്രങ്ങൾ വലിച്ചു കീറിയതായും ആക്ഷേപം. നവീകരണം നടക്കുന്ന കൂറ്റനാട് പട്ടാമ്പി പാതയിൽ വാവന്നൂരിനടുത്താണ് സംഭവമുണ്ടായത്. റോഡിന്റെ രണ്ടു ഭാഗങ്ങളും അഴുക്കുചാലിനായി കീറിയിട്ടിരിക്കുന്നതിനാൽ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലവിൽ സൈഡിലേക്ക് വാഹനം ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് ഇരുചക്രവാഹന യാത്രക്കാരനെ പ്രകോപനമൊന്നുമില്ലാതെ തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് ജീവനക്കാർ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു എന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നു. ബൈക്ക് തടഞ്ഞു നിർത്തി തന്നെ മർദ്ദിച്ച ശേഷം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പൂർണ്ണമായും വലിച്ചു കീറുകയും ചെയ്തു എന്നാണ് എടപ്പാൾ സ്വദേശിയായ സ്വാലിഹ് നാട്ടുകാരോടും പോലീസിനോടും പറഞ്ഞത്. ബസ് കൂറ്റനാടെത്തിയപ്പോൾ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരും നാട്ടുകാരും ചേർന്ന് ബസ് ജീവനക്കാരുടെ സമീപനം ശരിയായില്ലെന്ന് പറഞ്ഞതോടെ കീറിയ വസ്ത്രങ്ങൾക്ക് പകരമായി ജീവനക്കാർ 500 രൂപ മർദ്ദനമേറ്റ സ്വാലിഹിന് നിർബന്ധപൂർവ്വം നൽകുകയും ചെയ്തതായി സ്വാലിഹ് പറഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരാണ് ചാലിശ്ശേരി പോലീസിന് വിവരം അറിയിച്ചത്. സ്വാലിഹിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. ഞാൻ വണ്ടി അവിടെ ബ്ലോക്കായി. ഇവനാ വണ്ടിയുടെ സൈഡിൽ നിന്ന് കയറി അവിടെ മുന്നേ വരെ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു നമുക്കറിയില്ല. മുന്നിൽ കയറി ഇവന് വണ്ടി സ്ലിപ്പായിട്ട് വണ്ടി ചെരിഞ്ഞു പോയി. ഇവനോട് വീഴുന്നു പറഞ്ഞാണ്. വണ്ടി ബസ് തൊട്ട ബാക്കിലാ. തൊട്ട ബാക്കിലാ. അവനെ ഇറങ്ങിയിട്ട് ഇവന് ഡ്രൈവറോട് എന്തോ ചോദിച്ചിരുന്നു. അപ്പോഴത്തേന് കണ്ടക്ടർ വന്നിട്ട് കണ്ടക്ടർ ആരോ ആക്കിയിട്ടാൾ ഇവനെ ഒന്ന് അടിച്ചു. എന്നിട്ട് പിന്നെ ആളിനെടുക്കുമ്പോൾ വണ്ടി കയറ്റി വെച്ചിട്ട് എന്നോട് സംസാരം നടന്നു. ഇതിന്റെ ബ്ലോക്കായിട്ട് ഞാൻ പിന്നെ വണ്ടി എടുത്തോണ്ട് പോകണ്ട. ഈ മാളിന്റെ മുന്നിൽ സേൽമാനൊക്കെ ഞങ്ങളുടെ പോകുമ്പോൾ ഞാൻ കണ്ടേ ഞാൻ അപ്പോൾ എവിടെ നിർത്തിയത്.